പൂർണ്ണമായി കമ്പ്യൂട്ടർവൽക്കരിച്ച ആദ്യ ഗ്രാമപഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളനാട് ഗ്രാമപഞ്ചായത്താണ്. പൂർണ്ണമായി കമ്പ്യൂട്ടർവൽക്കരിച്ച ആദ്യ ഗ്രാമപഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളനാട് ഗ്രാമപഞ്ചായത്താണ്. പൂർണ്ണമായി കമ്പ്യൂട്ടർവൽക്കരിച്ച ഇന്ത്യയിലെ ആദ്യ താലൂക്ക് ഓഫീസ് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലമാണ്. പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം താലൂക്ക് ഓഫീസാണ് പൂർണ്ണമായി കമ്പ്യൂട്ടർവൽക്കരിച്ച ഇന്ത്യയിലെ ആദ്യ താലൂക്ക് ഓഫീസ്. ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് സ്ഥിതി ചെയ്യുന്നത് കൊയിലാണ്ടിയാണ്. കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിയിലാണ് ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ PT ഉഷ കോച്ചിംഗ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. PT ഉഷ കോച്ചിംഗ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്തും ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിയിലുമാണ്. ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത് കോട്ടയത്താണ്. ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത് കോട്ടയത്താണ്. ഫോറസ്റ്റ് ട്രെയിനിംഗ് സ്കൂൾ തിരുവനന്തപുരം ജില്ലയിലെ അരിപ്പയിലാണ്. ഫോറസ്റ്റ് ട്രെയിനിംഗ് സ്കൂൾ തിരുവനന്തപുരം ജില്ലയിലെ അരിപ്പയിലാണ്. ഇന്ത്യയിലെ ആദ്യ റബ്ബർ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ ഐരാപുരത്താണ്. ഇന്ത്യയിലെ ആദ്യ റബ്ബർ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയുടെ ഐരാപുരമാണ്. കേരള റോഡ് ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. കേരള റോഡ് ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. കേന്ദ്ര റോഡ് ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം ഡൽഹിയാണ്. കേന്ദ്ര റോഡ് ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം ഡൽഹിയാണ്. കേരള റോഡ് സുരക്ഷാ അതോറിറ്റിയുടെ ആസ്ഥാനം തൃശൂരാണ്. കേരള റോഡ് സുരക്ഷാ അതോറിറ്റിയുടെ ആസ്ഥാനം തൃശൂരാണ്. ട്രാവൻകൂർ സിമന്റ്സ് ആസ്ഥാനം കോട്ടയം ജില്ലയിലെ നാട്ടകമാണ്. ട്രാവൻകൂർ സിമന്റ്സ് ആസ്ഥാനം കോട്ടയം ജില്ലയിലെ നാട്ടകമാണ്. മലബാർ സിമന്റ്സ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലെ വാളയാറാണ്. മലബാർ സിമന്റ്സ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലെ വാളയാർ. തുഞ്ചൻ ദിനം ഡിസംബർ 31. തുഞ്ചൻ ദിനം ഡിസംബർ 31. എന്നാൽ കുഞ്ചൻ ദിനം മെയ് 5. തുഞ്ചൻ ദിനം ഡിസംബർ 31, കുഞ്ചൻ ദിനം മെയ് 5. കേരളത്തിലെ ആദ്യ മയിൽ വളർത്തൽ കേന്ദ്രമാണ് പാലക്കാട് ജില്ലയിലെ ചൂലന്നൂർ. കേരളത്തിലെ ആദ്യ മയിൽ വളർത്തൽ കേന്ദ്രം പാലക്കാട് ജില്ലയിലെ ചൂലന്നൂരാണ്. കേരളത്തിലെ ആദ്യ കോർപ്പറേഷനാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. കേരളത്തിലെ ആദ്യ കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷനാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കോർപ്പറേഷനും തിരുവനന്തപുരമാണ്. കേരളത്തിലെ ആദ്യ കോർപ്പറേഷനും കേരളത്തിലെ വലിയ കോർപ്പറേഷനും തിരുവനന്തപുരം കോർപ്പറേഷനാണ്. അവസാനമായി രൂപീകരിച്ച കോർപ്പറേഷനാണ് കണ്ണൂർ. കേരളത്തിൽ അവസാനമായി രൂപീകരിച്ച കോർപ്പറേഷനാണ് കണ്ണൂർ 2015. ആദ്യത്തെ ശുചിത്വ പഞ്ചായത്ത് മലപ്പുറം ജില്ലയിലെ പോത്തുങ്കൽ പഞ്ചായത്താണ്. കേരളത്തിലെ ആദ്യത്തെ ശുചിത്വ പഞ്ചായത്ത് മലപ്പുറം ജില്ലയിലെ പോത്തുങ്കൽ പഞ്ചായത്താണ്. ഇന്ത്യയിലെ ആദ്യ മാലിന്യമുക്ത നഗരം കോഴിക്കോടാണ്. ഇന്ത്യയിലെ ആദ്യ മാലിന്യമുക്ത നഗരം കോഴിക്കോടാണ്. കേരളത്തിൽ സലീം അലി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ തട്ടേക്കാടാണ്. കേരളത്തിൽ സലീം അലി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ തട്ടേക്കാട്. സുഗന്ധവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ്. സുഗന്ധവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട്. സ്പൈസസ് ബോർഡിന്റെ ആസ്ഥാനം കൊച്ചിയാണ്. സ്പൈസസ് ബോർഡിന്റെ ആസ്ഥാനം കൊച്ചി. കേരളത്തിലെ ആദ്യ മെഴുക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് തേക്കടിയാണ്. കേരളത്തിലെ ആദ്യ മെഴുക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് തേക്കടി. കേരളത്തിലെ ഏക താറാവ് വളർത്തൽ കേന്ദ്രം പത്തനംതിട്ട ജില്ലയിലെ നിരണത്താണ്. കേരളത്തിലെ ഏക താറാവ് വളർത്തൽ കേന്ദ്രം പത്തനംതിട്ട ജില്ലയിലെ നിരണം എന്ന പ്രദേശത്താണ്. ഇന്ത്യൻ നേവൽ അക്കാദമിയുടെ ആസ്ഥാനം കൊച്ചിയാണ്. ഇന്ത്യൻ നേവൽ അക്കാദമിയുടെ ആസ്ഥാനം കൊച്ചിയാണ്.